നമസ്കാരം. ആദ്യമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച രമേശ്, ജെയിംസ്, പിന്നെ ഫ്രാൻസിസ്, എല്ലാവർക്കും നന്ദി. കൂടെ ഇവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം. ഞങ്ങളിത് സംസാരിച്ചപ്പം ഈ ടോപ്പിക്കിനെ കുറിച്ച് സയൻസ് ഫോർ സോഷ്യൽ റിഫോംസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് ആദ്യം വന്നത് KSSBയുടെ നമ്മുടെ ആദ്യത്തെ സ്ലോഗനായിരുന്നു, സയൻസ് ഫോർ സോഷ്യൽ റെവല്യൂഷൻ. പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നിയത് ഈ റെവല്യൂഷൻ എന്ന പദത്തേക്കാൾ കൂടുതൽ റിഫോം എന്ന പദമായിരിക്കും കൂടുതൽ ഉചിതമാവുക എന്നൊരു ഇത് വരികയും അതുകൊണ്ടാണ് ഈ സയൻസ് ഫോർ സോഷ്യൽ റിഫോം എന്നാക്കി മാറ്റിയത്. പലപ്പം റീഫോം ബേസിക്കലി ഇതെന്താ, സയൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഫോമിനെ, സൊസൈറ്റിയുടെ ഫോമിനെയാണ് മാറ്റുന്നത്. ഒരു റെവല്യൂഷൻ പോലൊരു സ്ട്രക്ചറിൽ ഘടനാപരമായി മാറ്റങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ടാവാം, പക്ഷേ അത് സയൻസ് മാത്രം ചെയ്യുന്നതല്ല. അതിന് ഒട്ടനവധി ബാക്കി പാരാമീറ്റേഴ്സ് കൂടെ ഉണ്ടായിരിക്കും. ആ സൊസൈറ്റിയുടെ പൊളിറ്റിക്സോ, ആ സൊസൈറ്റിയുടെ മതം, ആ സൊസൈറ്റീൻ്റെ ഇക്കണോമിക് സ്റ്റാറ്റസ്, ഇങ്ങനെ ഒട്ടനവധി പാരാമീറ്റേഴ്സ് കൂടെ ചേർന്നതാണ് അതിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റം. പക്ഷേ ഫോമിൽ പലപ്പോഴും സയൻസ് വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഫോമിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. പിന്നെ എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞു. എൻ്റെ പേര് PM നാരായണൻ. ഞാൻ ഡൽഹിയിലൊരു ടെലിവിഷൻ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇൻ്റർനാഷണൽ TV ചാനൽ ജർമ്മൻ ടെലിവിഷൻ്റെ സൗത്ത് ഏഷ്യ ബ്യൂറോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സൗത്ത് ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഈ റീജിയൻ ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ടെലിവിഷൻ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ചോദിക്കാം, ഈ ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്താണ് സയൻസുമായിട്ട് ബന്ധം എന്നുള്ളത് ഒരു സാധാരണ ഉണ്ടാകുന്നൊരു ചോദ്യമാണത്. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജേർണലിസം പഠിച്ചത് സയൻസ് സ്പെഷ്യലൈസേഷൻ വെച്ചിട്ടാണ്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സയൻസിലുള്ള താല്പര്യം വരാനുള്ള ഒരു പ്രധാന കാരണം, ഞാൻ KSSBയുമായിട്ട് 1984-85 മുതൽക്ക് തന്നെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 84-ലാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായത്. അന്നൊക്കെയാണ് നമ്മുടെ KSSB നമ്മുടെ നാട്ടിൽ വളരെ ആക്റ്റീവായി വരികയും സിനിമ പ്രദർശനം നടത്തുകയും ഈ ഭോപ്പാൽ ദുരന്തത്തിൻ്റെ ഭീകരത നമ്മളുടെ മുമ്പിൽ വരച്ചു കാട്ടുകയൊക്കെ ചെയ്ത ആ കാലത്താണ്. അങ്ങനെയാണ് KSSB അടുത്തത്. അങ്ങനെ KSSBയിലൂടെയാണ് ഞാൻ സയൻസിലുള്ള താല്പര്യം വളർന്നത്. ഞാൻ പിന്നെ ഫിസിക്സ് പഠിക്കുകയും KSSBയെക്കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെങ്കിലും 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് പറയുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കൂട്ടായ്മ ആണ് എങ്കിലും പിന്നീട് അത് ഒരുപാട് സോഷ്യൽ റിഫോംസിനുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അത് വളരെ ഫലപ്രദമായി ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തൊരു സംഘടനയാണ് KSSB. ഉദാഹരണമായിട്ട് കേരളത്തിലെ സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ മുൻനിരയിലുണ്ടായിരുന്നൊരു സംഘടനയാണ് KSSB. അതുകൂടാതെ ജനകീയ ആസൂത്രണം, പിന്നെ റിസോഴ്സ് മാപ്പിംഗ്, പിന്നെ ഏറ്റവും ഒടുവിൽ സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനങ്ങളുമായി അങ്ങനെ കേരളത്തിലെ KSSBയിൽ കൂടെ വളർന്ന് പിന്നീട് ഞാൻ ഡൽഹിയിൽ വന്ന് ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിൻ്റെയും അതേപോലെ ഭാരത് ജ്ഞാൻ വിജ്ഞാൻ സമിതിയുടെയൊക്കെ ആക്ടിവിസ്റ്റായിട്ട് കുറേ കാലം വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം. പിന്നെ പഠിച്ചത് ഫിസിക്സാണ്. ഡൽഹിയിൽ വന്ന് ജോയിൻ ചെയ്ത് നാഷണൽ സയൻസ് സെൻ്ററിലായിരുന്നു. അങ്ങനെ സയൻസുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഒരു വിജ്ഞാൻ പ്രസാറിൻ്റെ ഒരു സയൻസ് കമ്മ്യൂണിക്കേഷൻ ഫെല്ലോ ആയിരുന്നു ഞാൻ വിജ്ഞാൻ പ്രസാറിൻ്റെ ആദ്യകാലത്ത്. അതാണ് എനിക്ക് സയൻസുമായിട്ടുള്ള ഒരു ബന്ധം. ഈ ടോപ്പിക് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു സാധനമാണ്. എന്താണ് ശാസ്ത്രം, എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, മാറ്റം മാത്രമാണ് മാറാത്തതായി ഉള്ളത് എന്ന് പറഞ്ഞത് കാറൽ മാർക്സ് ആണ്. അതുകൊണ്ട് ശാസ്ത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമൂഹം മാറും, ഉറപ്പുള്ള കാര്യമാണത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം, പിന്നെന്തിനാണ് നമുക്ക് ശാസ്ത്രം കൊണ്ടൊക്കെ മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? സമൂഹം എന്തായാലും മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നേരാണ്, ഇറ്റ്സ് ട്രൂ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, നേരാവണ്ണം സമൂഹം മാറണമെങ്കിൽ അതിനുള്ള ടൂൾസ് ശാസ്ത്രത്തിൽ ലഭ്യമാണ്. അതുകൊണ്ടാണ്
ശാസ്ത്രം സമൂഹ മാറ്റത്തിന് എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ സമൂഹം മാറും, പക്ഷേ ശാസ്ത്രത്തിൻ്റെ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആ സമൂഹ മാറ്റത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനെ പലപ്പോഴും നമുക്ക് അനുകൂലമായ രീതിയിൽ അതിനെ മാറ്റാൻ പറ്റും. ഈ മാറ്റത്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് റിഫോം ചെയ്യാൻ പറ്റും. റീഫോം, അതിൻ്റെ ഫോമിൽ, സമൂഹത്തിൻ്റെ ഫോമിൽ മാറ്റം വരുത്താൻ പറ്റുന്നുള്ളത്. ഇനി ചോദിക്കേണ്ടത് നമ്മളുടെ പ്രധാനമായിട്ടൊരു ചോദ്യം, എന്താണ് ഈ ശാസ്ത്രം? ഒരുപാട് ഒട്ടനവധി ഡെഫിനിഷൻസ് ഉണ്ട് ശാസ്ത്രത്തിന്. ഇപ്പോൾ പക്ഷേ വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ശാസ്ത്രം എന്ന് പറഞ്ഞാലും V = U+AT, S = UT + ½ AT². എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും. E = MC². ഇതാണ് ശാസ്ത്രത്തിൻ്റെ പ്രശ്നം. ശാസ്ത്രം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് ബോറടിക്കും, ഒരു കാര്യം മനസ്സിലാവില്ല. പണ്ട് സംസ്കൃത ഇത് ചൊല്ലുന്ന പോലെയാണ്. കാരണന്മാരിരുന്ന് ഓരോ സംസ്കൃതം ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ഇതാർക്കും മനസ്സിലാവില്ല. ഇത് തന്നെയാണ് ശാസ്ത്രത്തിൻ്റെയും പ്രശ്നം. അപ്പം ശാസ്ത്രത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനുള്ള ശാസ്ത്ര കമ്മ്യൂണിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡോക്ടർ പ്രവീൺ വളരെ വിശദമായി, വളരെ ഭംഗിയായി ഇതേ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജനങ്ങൾക്ക് വളരെ അന്യമായ, വളരെ ദൂരെ നിൽക്കുന്നൊരു സാധനമാണ്. പക്ഷേ ശാസ്ത്രത്തെ നമ്മൾ അനുഭവിക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്. ശാസ്ത്രത്തെ നമ്മൾ അനുഭവിക്കുന്നത് ടെക്നോളജിയിലാണ്. അപ്പം നമ്മൾക്ക് ഏറ്റവും അടുത്ത് അറിയുന്നത് ടെക്നോളജിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് എന്ന് ഒറ്റയ്ക്ക് പലപ്പോഴും നമ്മൾ പറയാറില്ല. സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ഒറ്റ ശ്വാസത്തിലാണ് പറയുക. സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസം ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളതാണ്. പക്ഷേ ശാസ്ത്രവും സയൻസ് ആൻഡ് ടെക്നോളജിയും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ്. ഇത് നമുക്ക് അറിയാം, ടെക്നോളജി ശാസ്ത്രത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ ടെക്നോളജി. എൻ്റെ മുമ്പിലുള്ള ഈ മൊബൈൽ ഫോൺ ടെക്നോളജിക്കൽ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഈ പെന്ന് ടെക്നോളജിൻ്റെ പ്രൊഡക്റ്റാണ്. മെഷീൻസ്, MRI, കാർ, ഫ്ലൈറ്റ്, ഇതെല്ലാം ടെക്നോളജി. അപ്പോൾ ശാസ്ത്രത്തെ നമ്മൾ അറിയുന്നത് ടെക്നോളജിയിലൂടെയാണ്. പിന്നെ ശാസ്ത്രവും ടെക്നോളജിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന് മുമ്പ് തന്നെ ടെക്നോളജി ഉണ്ടായിട്ടുണ്ട് ഒരു പരിധി വരെ. ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പം നമ്മൾ അമ്പും വില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ അതിൻ്റെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണ്, ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ട്. അമ്പും വില്ലും അതൊരു ടെക്നോളജിയാണ്. ലോകത്തിലെ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ, അതായത് ഹണ്ടർ ഗാദേഴ്സ് എന്നുള്ള ഫേസിലേക്ക് മനുഷ്യൻ മാറിയപ്പം ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു സാധനമാണ് ഈ അമ്പും വില്ലും എന്നുള്ള സാധനം. അതൊരു ഒരു ടൂളാണ്. പക്ഷേ അത് ഉപയോഗിച്ച മനുഷ്യന് പക്ഷേ അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് അറിയണമെന്നില്ല. എന്ന് വെച്ചാൽ റീകോയിൽ വെലോസിറ്റി എന്താണെന്ന് അറിയാത്ത മനുഷ്യനായിരുന്നു അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ന്യൂട്ടൻ്റെ 3rd ലോ വന്നതുകൊണ്ട് ന്യൂട്ടൺ ആണ് ഇതിൻ്റെ 3ാം നിയമം ഉണ്ടാക്കി അതിൻ്റെ സയൻസ് എന്താണെന്ന് വിശദീകരിച്ചത്. പിന്നീട് ആ സയൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തത്. വീണത് AK-47 അതേപോലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ അമ്പും വില്ലിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെ വെച്ചാണ്. അപ്പോൾ നമുക്ക് ശാസ്ത്രം വളരെ ദൂരെ നിൽക്കുന്ന ഒരു ഘടകമാണ് നമ്മളെ സംബന്ധിച്ച്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം ഒട്ടു ദൂരെയാണ്. പക്ഷേ ടെക്നോളജി വളരെ അടുത്ത് നിൽക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ടെക്നോളജിയാണ് പലപ്പോഴും സമൂഹത്തെ മാറ്റുന്നത്. ഈ ടെക്നോളജിക്കൽ ടൂൾസാണ് സമൂഹത്തെ മാറ്റുന്നത്. പിന്നെ പറയാനുള്ളത്, ശാസ്ത്രം മാറ്റുന്നുണ്ട്, യെസ്. നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയും. സമൂഹത്തിൽ ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അവബോധം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സോഷ്യൽ അവെയർനെസ് കൂടിക്കൊണ്ടിരിക്കും. അത് സമൂഹത്തെ മാറ്റുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഇതാണ്. ഇനി നമ്മളുടെ പ്രധാന ചോദ്യം എന്താ വെച്ചാൽ, നമ്മളുടെ ഈ സയൻസ് ഫോർ സോഷ്യൽ റിഫോംസ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്താണ് സമൂഹ മാറ്റത്തിനുള്ള കാരണം? വാട്ട് ഈസ് ദാറ്റ് ചേഞ്ചിങ് ദ സൊസൈറ്റി? നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ടെക്നോളജി, 2 ഐഡിയ. ഐഡിയാസ് ആർ ചേഞ്ചിങ് ദ സൊസൈറ്റി. ഐഡിയ എന്ന് പറയുന്ന സെൻസ് മതങ്ങൾ, അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ സോഷ്യലിസം എന്നുള്ള മറ്റൊരു ഐഡിയ,
അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ആവാം, ഒക്ടോബർ റെവല്യൂഷൻ ആവാം. ഈ ഐഡിയകൾ നമ്മളെ സമൂഹത്തെ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നോളജിയും മാറ്റും. ഇതുകൂടാതെ നമ്മളുടെ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ യുദ്ധം, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലുള്ള മഹാമാരികൾ അല്ലെങ്കിൽ എപ്പിഡമിക്സ്, ഇതെല്ലാം സമൂഹത്തെ മാറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ. പക്ഷേ മേജർലി നമ്മളെ സമൂഹത്തെ മാറ്റുന്നത് ഈ ടെക്നോളജിയും അതേപോലെ ബിഗ് ഐഡിയാസാണ്. ഞാൻ ഇവിടെയാണ് നിങ്ങളോട് ഒരു സംവാദത്തിനുള്ള ചോദ്യം ഇടുന്നത്. അപ്പം നമുക്കിതിനെ കുറിച്ചുള്ള ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഏറ്റവും വലിയ ചാലകശക്തി അല്ലെങ്കിൽ മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഐഡിയ വൈസ് ടെക്നോളജിയും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട് എല്ലായ്പ്പോഴും. ഇപ്പോൾ ഒരു കാലം വരെ നമ്മളുടെ മുമ്പിൽ ഐഡിയ ആയിരുന്നു വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നത്. അതായത് നമുക്ക് അറിയാം, ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് മതങ്ങളായിരുന്നു. സമൂഹത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മതങ്ങളാണ്, ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്തു അതേപോലുള്ള ഇതുമായി. പിന്നീട് വന്ന ഐഡിയകളാണ്, ചരിത്രത്തിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം, ജനാധിപത്യം, ഇതൊക്കെ വലിയ വലിയ ഐഡിയകളാണ്. ഒരു കാലത്ത് ഐഡിയകളായിരുന്നു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഐഡിയകൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ദാറ്റ് വാസ് എ മെയിൻ തിങ്. ഇപ്പോൾ ചൈനയിലെ കാര്യങ്ങൾ നോക്കുക, റഷ്യയിലാവണമെങ്കിലും വിയറ്റ്നാം, കംബോഡിയ, അതേപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിസം, ഇതുപോലെ ഐഡിയകൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാമൂഹ്യ ശാസ്ത്രം പഠിച്ചവർക്കറിയാം, 14, 15, 16 നൂറ്റാണ്ടുകളിൽ ഈ ആശയങ്ങളാണ് നമ്മളുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കാലത്ത് തന്നെ, അതേ കാലത്ത് തന്നെയാണ് ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാകുന്നതും. പക്ഷേ ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുതിരകളും അല്ലെങ്കിൽ ഈ വിൻഡ് എനർജി, ഇത് രണ്ടാണ് നമ്മുടെ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ എനർജി. അതിൻ്റെ ഒരു ഫ്ലോ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കുതിരകൾ ഉപയോഗിച്ച് നമ്മൾ യുദ്ധം ചെയ്യുകയും ഈ കാറ്റ് ഉപയോഗിച്ച് നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയിലേക്ക് എത്താനുണ്ടായ കാരണം ഇത്തരത്തിലുള്ള ഈ കപ്പലുകളിലൂടെ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടാണ്. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു സ്കോപ്പ്. ഞാൻ ഇതിനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ടെക്നോളജി ഒരു കാലത്ത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്ന സംഗതിയാണ്. പക്ഷെ ഐഡിയ ഓരോ കാലത്തും ആ കാലം കുറേ ഐഡിയകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഐഡിയ സമൂഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെക്നോളജി ഉണ്ടാക്കുന്ന മാറ്റം ഒരു സ്റ്റേജ് കഴിയുമ്പം ഐഡിയ ഉണ്ടാക്കുന്ന മാറ്റത്തേക്കാൾ ഓവർലാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. നമ്മുടെ മുമ്പിൽ കാണുന്നൊരു സംഗതിയാണ് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ മുമ്പിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് ഇലക്ട്രിസിറ്റി. എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളൊരു സംഗതിയാണ്. 1831 മറ്റാണ് ഈ മൈക്കൽ ഫാരഡേ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളത് പറയുന്നതും. 1871-72 കാലത്താണ് മാക്സ്വെൽ അതിനൊരു സ്ട്രക്ചേർഡാക്കി മാറ്റുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു 40-45 കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ കൂടെ കടന്നു പോകുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. സയൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടക്ടർ, രണ്ട് മാഗ്നറ്റിന് ഇടയിൽ ഒരു കണ്ടക്ടർ വെച്ച് നമ്മൾ ഈ കണ്ടക്ടറിനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് നിയമം. ഇതാണ് അതിൻ്റെ ശാസ്ത്രം. നേരെ തിരിച്ചും പറയാൻ പറ്റും. ഒരു മാറിക്കൊണ്ടിരുന്ന മാഗ്നറ്റിനിടയിൽ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ ഇളകാനും തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ശാസ്ത്ര സത്യമാണത്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുന്നൊരു 10-40 വർഷം കൊണ്ടാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇലക്ട്രിക് ജനറേറ്ററും ഇലക്ട്രിക് മോട്ടോഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കിയ റെവല്യൂഷൻ അല്ലെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും എത്രയോ കൂടുതലാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു ടെക്നോളജിക്കൽ ചേഞ്ച് വലിയ ക്വാണ്ടം ജംപ്സ് ഉണ്ടാക്കുന്നുണ്ട് സോഷ്യൽ സ്പേസിൽ. ഈ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് കഴിഞ്ഞ 10-200 കൊല്ലത്തിനിടയ്ക്ക്. ഇപ്പം ഞാൻ ഈ ഇലക്ട്രിസിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1850 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സമയത്ത്, അതായത് 150 കൊല്ലം മുമ്പ് നടന്ന കാര്യം, അത്രയേ ഉള്ളൂ. 150 കൊല്ലത്തെ ചരിത്രമേ ഉള്ളൂ ഈ ഇലക്ട്രിസിറ്റിക്കൊക്കെ. അപ്പോൾ ആ കാലത്ത് നടന്നൊരു സംഗതിയാണ് ഈ ഇത്രയും വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാസ്കേഡിങ് എഫക്റ്റിൽ ഓരോ ഫേസിലും
സയൻസിൻ്റെ ആക്സലറേഷൻ, അതായത് വേഗത കൂടുകയും ഈ ഐഡിയകളുടെ ഇത് കുറയുകയും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ 18 നൂറ്റാണ്ടുകളിലുണ്ടായി നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ ഈ ശാസ്ത്ര നേട്ടങ്ങൾ മുഴുവൻ നമ്മൾ ഈ 20-ാം നൂറ്റാണ്ടിലെ 2 യുദ്ധത്തിലായിട്ട് ചെലവഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടെ, അതായത് 1950s 1960s ശാസ്ത്രം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഈ 2 യുദ്ധങ്ങളും ഹിരോഷിമ നാഗസാക്കി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടെ വന്നുകൊണ്ട് ശാസ്ത്രത്തെ പ്രതിക്കൂട്ടിലാക്കി ഈ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ കാലത്തിൽ നിന്നും ശാസ്ത്രം പിന്നീട് മാറുകയും വീണ്ടും സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചാലക ശക്തിയായി ശാസ്ത്രം മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് ഈ ഐഡിയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കാൾ കൂടുതൽ, ഐഡിയ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള മതമാവാം, അല്ലെങ്കിൽ മാർക്സിസം ആവാം, അല്ലെങ്കിൽ സോഷ്യലിസം ആവാം, അല്ലെങ്കിൽ ജനാധിപത്യമാവാം, ഇത്തരത്തിലുള്ള ഐഡിയ ഡ്രിവൺ മാറ്റത്തെക്കാൾ കൂടുതൽ ശാസ്ത്രം ഡ്രിവൺ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു പ്രിമൈസായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഐഡിയയിൽ ആണ് ഈ ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ ഐഡിയയിൽ പൊതിഞ്ഞതാണ്. പക്ഷേ നമ്മൾ 1950s 60s 70s എത്തുമ്പോഴും ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടെക്നോളജിയിൽ പൊതിഞ്ഞതാണ്. നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടിയത് ഒരു ഐഡിയയുടെ ബേസിസിലല്ല, നമ്മളുടെ ശാസ്ത്രത്തിൻ്റെ ബേസിസിലാണ് അത് നമുക്ക് കൂട്ടാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഈ വലിയ ആശയങ്ങൾ, നമ്മളിപ്പോൾ പറയുന്ന വലിയ ആശയങ്ങൾ അതിൻ്റെ ആശയതലത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും, അതിൻ്റെ ആശയതലത്തിൽ ഡിഡ് നോട്ട് പെർഫോം ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് സപ്പോസ് ടു ബി. പക്ഷേ സയൻസ് അതിൻ്റെ പ്രാക്ടിക്കൽസിൽ 100 മാർക്കും 100 മാർക്കും വാങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സയൻസ് ഇപ്പോഴും സമൂഹ മാറ്റത്തിലെ ഏറ്റവും വലിയ ഒരു സോഴ്സായി നിലനിൽക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളുടെ ഒരു കാലത്ത് സമൂഹ മാറ്റത്തിന് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഫോഴ്സായി നിന്നിരുന്ന ഐഡിയകൾ, വലിയ ഐഡിയകൾ, ഫ്രഞ്ച് റെവല്യൂഷൻ ആവാം, അല്ലെങ്കിൽ മാർക്സിസം ആവാം, കമ്മ്യൂണിസം ആവാം, സോഷ്യലിസം ആവാം, അല്ലെങ്കിൽ ജനാധിപത്യമാവാം, ഇത്തരത്തിലുള്ള വലിയ ഐഡിയകളെക്കാൾ കൂടുതൽ നമ്മൾക്ക് മുമ്പിൽ ഇന്ന് സമൂഹത്തെ മാറ്റുന്നത് ഇത്തരത്തിലുള്ള ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമാണ്. അപ്പം വീണ്ടും ചോദ്യം ഇതാണ്, അപ്പം നമുക്ക് മുമ്പിലുള്ളൊരു ചോദ്യം എന്താ വെച്ചാൽ, അതായത് അപ്പം ശാസ്ത്രമാണോ ഐഡിയയാണോ സമൂഹത്തിൽ കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എൻ്റെ ഉത്തരം ശാസ്ത്രമാണ് എന്നുള്ളതാണ്. പ്രധാനമായി നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം സോഷ്യലിസം എന്നൊരു ഐഡിയ ഭാഗികമായി ലോകത്തു നിന്നും മാറ്റപ്പെട്ടപ്പോൾ അതിനെ വീണ്ടും ഒരർത്ഥത്തിൽ കൈപിടിച്ച് ഉയർത്തിയത് ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യയാണ്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ റേഡിയോ, ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ കാര്യമാണ്. 1920 ആദ്യത്തെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത്. അതെന്ന് വെച്ചാൽ എക്സാക്ട്ലി 100 വർഷം മുമ്പ്. ഈ റേഡിയോ വന്നതോടുകൂടെയാണ് നല്ല ഗാനങ്ങൾ സാധാരണക്കാരൻ്റെ മുന്നിലെത്തുന്നത്. അല്ലെങ്കിൽ മുഹമ്മദ് റാഫി അല്ലെങ്കിൽ ലതാ മങ്കേഷ്കർ ഒക്കെ ഈ ആസ്ഥാന ഗായകരായി ഏതെങ്കിലും കൊട്ടാരങ്ങളിൽ ചുരുങ്ങി കൂടേണ്ടവരായി പോയേനെ. അത് മാറിയത് എന്തുകൊണ്ടാണ്? ടെക്നോളജിയാണ്. അതായത് നല്ല സംഗീതത്തെ ഈ കൊട്ടാരത്തിൻ്റെ അകക്കെട്ടിൽ നിന്നും എടുത്ത് സാധാരണക്കാരൻ്റെ, സൈക്കിൾ റിക്ഷക്കാരൻ്റെ കയ്യിലേക്ക്, അവൻ്റെ പോക്കറ്റിലേക്ക് എത്തിച്ചത് ടെക്നോളജിയാണ്. അത് ഒരു സോഷ്യലിസം എന്ന ഐഡിയയിൽ നിന്നല്ല അത് വന്നത്. അത് ടെക്നോളജി എന്ന വളരെ സയൻസിൻ്റെ തീർത്തും പ്രാക്ടിക്കലായ ഒരു സാങ്കേതിക വിദ്യയാണ് ആ സാധ്യതയെ തുറന്നിട്ടത്. ഇത് തന്നെയാണ് ഞാനും മറ്റൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം വീണ്ടും ശാസ്ത്രത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് എന്നൊരു ടെക്നോളജി, നമുക്ക് തോന്നുന്നത് നമ്മൾ ജീവിച്ച മനുഷ്യ ചരിത്രം ഇത്രയും കാലം നടന്നതിൽ വെച്ച്
ഏറ്റവും കൂടുതൽ ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹ വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മൊബൈലിലുള്ള ഈ ആൻഡ്രോയിഡ് ടെക്നോളജി, ഇത് നിങ്ങളുടെ മൊബൈലും നരേന്ദ്രമോദിയുടെ മൊബൈലിലും ട്രംപിൻ്റെ മൊബൈലിലും ലോകത്തുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കളുടെ മൊബൈലിൽ മുതൽ എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന വേലക്കാരുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ കയ്യിലും എൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സൈക്കിൾ റിക്ഷക്കാരുടെ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ടെക്നോളജിയാണ് ആൻഡ്രോയിഡ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ളൊരു സാധ്യത മനുഷ്യൻ്റെ മുമ്പിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് ടെക്നോളജി. ഇതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഈ ടെക്നോളജി ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൂ ഈസ് പ്രൊഡ്യൂസിങ് ദ ടെക്നോളജി, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ആരൊക്കെ പോകുന്നുള്ള ചർച്ചകളൊക്കെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ ഈ സാധ്യത ഇന്ന് ലോകത്ത് ഓരോ മനുഷ്യനും ഈ ടെക്നോളജി ആക്സസിബിളാണ്. ഇത് മനുഷ്യ ചരിത്രത്തിൽ വളരെ അപൂർവമായി സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിയുടെ സാധ്യത വരും വർഷങ്ങളിൽ കൂടുമെന്നും നമ്മളുടെ ഫ്യൂച്ചർ, I'm not a pessimistic about it. I'm really optimistic about our future, and the things will be better for future generations. ഇപ്പോൾ ഗൂഗിൾ എന്ന ടെക്നോളജി, ഇമെയിൽ എന്നുള്ളത് ഫ്രീ ആയിട്ടാണ് തരുന്നതെങ്കിലും ഓക്കെ, they may be spying your data. That is a part of the game, but if the technology is distributed across the world, it is not exclusively for a group of people. ഇതാണ് അപ്പം ശാസ്ത്രത്തിലൂടെ വരുന്ന അല്ലെങ്കിൽ ടെക്നോളജിയിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഈക്വാലിറ്റി ഉണ്ട്. ഇത് കൂടുതൽ സസ്റ്റൈനബിൾ ആണ്, ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വലിയൊരു സാധ്യതയാണ് നമ്മളിതിൽ തുറന്ന് ഇടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആശയത്തിൽ വേരൂന്നി വന്ന സമൂഹത്തിൽ ഇങ്ങനെയാണ് ഇത് സമൂഹത്തിനെ കൈപിടിച്ച് ഉയർത്തുന്നത്. പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് സയൻസ് ഫോർ സോഷ്യൽ റിഫോംസ് എന്നുള്ളൊരു ഇത് വന്നത്. സമൂഹത്തിൻ്റെ ഫോമിൽ മാറ്റം വരുത്തുന്നതാണ് ടെക്നോളജി. നമ്മളിപ്പം ഈ മൊബൈൽ വന്നതോടെ അല്ലെങ്കിൽ ഇപ്പം ഈ കൊറോണ സിറ്റുവേഷനിൽ തന്നെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് നമുക്ക് ടെക്നോളജി ആണ് ഇതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സായി മാറിയത്. പിന്നെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് ഐഡിയ ഡ്രിവൺ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഐഡിയ ഡ്രിവൺ ചേഞ്ചസ് സസ്റ്റെയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ ടെക്നോളജിക്കൊപ്പം നിന്നില്ല എന്നുള്ളത് ചോദ്യത്തിന് ഏറ്റവും കൃത്യമായ ഉത്തരം ഐഡിയകൾക്ക് മാറാൻ സാധിച്ചില്ല എന്നാണ്. തിങ്സ് that can't change will not survive. That's for clear. അപ്പം ഏതൊരു ഐഡിയയും കാലത്തിനനുസരിച്ച് മാറാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഐഡിയ വിൽ ഡൈ. അത് മതമാവാം, മാർക്സിസം ആവാം, സോഷ്യലിസം ആവാം, ഗാന്ധിസം ആവാം, ഏതൊരു ഐഡിയ ആണെങ്കിലും കാലത്തിനനുസരിച്ച് മാറാൻ പറ്റിയില്ലെങ്കിൽ ആ ഐഡിയ കാൺ സർവൈവ്. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം, ഒരു അസംഷൻ. ഇപ്പം ഞാൻ ഇതിൻ്റെ ശാസ്ത്രം നമുക്ക് മുന്നിൽ തുറന്നിടുന്ന മാറ്റത്തിൻ്റെ സാധ്യതകൾ പറയുന്നതോടൊപ്പം തന്നെ ഒരു പ്രധാനമായിട്ടൊരു 2-3 പ്രോബ്ലംസും കൂടെ ഞാൻ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന മാറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഹാസ് സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ്ഡ് ഇൻ ദ റീസെൻറ്റ് ഹിസ്റ്ററി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ റേഡിയോൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞത് ഏകദേശം ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 40 years. ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നും റേഡിയോ ഡെവലപ്പ് ചെയ്തത് ഏകദേശം 80 വർഷത്തെ ഒരു ഗ്യാപ്പിലാണ് ഈ സാധനങ്ങൾ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മളുടെ മുമ്പിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10 years 15 yearsനുള്ളിലാണ് മാറ്റങ്ങൾ വന്നത്. നമുക്കെല്ലാവർക്കും നമ്മളൊക്കെ ആ മാറ്റത്തിൻ്റെ വേഗതയിൽ കൂടെ ജീവിച്ച ആളുകളാണ്. നമ്മളുടെ ബാക്കിൽ ഒരു പേജർ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഹാർഡ്ലി 15-20 years ബാക്ക്. ഞാൻ ടെലിവിഷൻ ജേർണലിസം തുടങ്ങിയത് 1995 അപ്പോൾ BITV എന്നുള്ള ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഫോർ യുവർ എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് വി ഹാഡ് 5 different floors. എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു, എഡിറ്റിങ്ങിന് വേറൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു, റിസർച്ചിന് വേറൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. 5 floors നിലനിൽക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ അന്ന്
ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് BITVക്ക്. പക്ഷേ ഇന്ന് ഈ 5 നിലകൾ ഉണ്ടാക്കിയുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ് എനിക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ് മൊബൈലിൽ. I can do research with the mobile. I can contact people with the mobile. I can shoot with this mobile. I can edit. I can do voiceover, and I can do graphics, and I can send it. I can upload it, and I can watch it also. I can see my film. What I am trying to say is that rate of change is so fast, and to the extent that we are even unable to adapt to it. 30 കൊല്ലം കൊണ്ട് 40 കൊല്ലം കൊണ്ടൊക്കെ വരുന്ന മാറ്റങ്ങളെക്കാൾ കൂടുതൽ 3 കൊല്ലം കൊണ്ട് 4 കൊല്ലം കൊണ്ട് മാറുമ്പോൾ നമുക്കതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിൽ സംജാതമാവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ നമ്മളൊരു 300 km/h പോകുന്ന കാറ് ചെറിയൊരു ഡിവൈഡറുടെ മേലെ തട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാൻ പറ്റും. തെറിച്ച് പൊടിയാവും. 30 കിലോമീറ്ററിലാണ് ആ കാറ് പോയിരുന്നതെങ്കിൽ അത്രയും അപകടമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സൊസൈറ്റിക്കും ബാധകമാണ്. വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിക്ക് ചെറിയ ഹിൻഡ്രൻസ് വലിയ തരത്തിലുള്ള റിപ്പൽക്കൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ കോവിഡ് പോലുള്ള സ്ഥിതിവിശേഷങ്ങൾ അതിൻ്റെ ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. എങ്ങനെ നമ്മളെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു പോകും നമ്മുടെ സമൂഹം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതൊക്കെ മറ്റുള്ള ചോദ്യങ്ങളാണ്. നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ, ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള മാറ്റങ്ങളിൽ മുഴുവൻ പ്രതിഫലിക്കുന്നതും ഇറ്റ്സ് ടോട്ടലി കൺസ്യൂമർ ഡ്രിവൺ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്, മാറ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കൺസ്യൂമർ ഡ്രിവൺ ആയിട്ടുള്ളതാണ്. നമ്മളുടെ കൺസംഷൻ, നമ്മൾ എത്രത്തോളം ഉപഭോഗം കൂട്ടുന്നോ അത്രത്തോളം നമ്മൾ ഡെവലപ്മെൻറ്റ് കൂടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നാണ് വരുന്നത്. അത് നമ്മൾക്ക് മുമ്പിലുള്ള പ്രകൃതി വിഭവങ്ങളെ എത്രത്തോളം സസ്റ്റൈനബിളാക്കി നിലനിർത്തും വരും വർഷങ്ങളിൽ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് മുമ്പ് മാറ്റങ്ങൾ ഉണ്ടാവാം. ശാസ്ത്രം നമുക്ക് മുമ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ വരും കാലങ്ങളിൽ എത്രത്തോളം സസ്റ്റൈനബിളായി നമുക്ക് മുമ്പിൽ നിലനിർത്താൻ പറ്റും എന്നുള്ളത്, അതിൻ്റെ വേഗത, അത് ഉപയോഗിക്കുന്ന റിസോഴ്സസിൻ്റെ അളവ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് എൻ്റെ ഒരു സാധനം, ഈ ശാസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന ടെക്നോളജി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു പ്രശ്നമായിട്ട് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നൊരു ഘടകം എന്താ വെച്ചാൽ, ഈ ശാസ്ത്രവും ടെക്നോളജിയും നമുക്ക് മുമ്പിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഒരുപാട് പ്രോഡക്ട്സും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ കാര്യം, ഇപ്പം ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യ കാരണം നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിച്ചത്. അതേപോലെ എല്ലാറ്റിൻ്റെയും പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രോഡക്ട്സ് നമ്മളെ സമൂഹത്തിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സമൂഹം ഇതിൻ്റെ ഒരു മെയിൻ കൺസ്ട്രക്റ്റ് എന്നുള്ളത് പർച്ചേസിങ് പവറാണ്. പർച്ചേസിങ് പവർ ഇല്ലാത്ത സമൂഹത്തെ ആളുകൾക്ക് ആവശ്യമില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി ടു ബൈ, യു ആർ ഔട്ട് ഓഫ് ദ മെയിൻ കോഴ്സ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ഡിസ്കഷൻ. അപ്പം ഞാനിത് പറയുന്നത് എൻ്റെ ഇതുകൂടെ പറഞ്ഞു നിർത്താം. ഈ മാറ്റം എല്ലാവരിലേക്കും എത്തുന്നില്ല. സൊസൈറ്റി മാറുന്നുണ്ട്, പക്ഷേ ആ മാറ്റം എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്നുള്ള ഒരു പ്രധാന ചോദ്യം. 2, ഇത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളത് വേറൊരു ചോദ്യം. പിന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതാണ് മറ്റൊരു ചോദ്യം. ഇതാണ് എൻ്റെ ഒരു ഓവറോൾ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഹൗ ക്യാൻ വൺ കോറിലേറ്റ് ഐഡിയ ആൻഡ് ഐഡിയോളജി? ഐഡിയ എൻ്റെ പ്രൊഡക്റ്റാണ്. Any ideology is a product of an ideology. അതാണ് അതിൻ്റെ ഒരു ബേസിക് കോറിലേഷൻ. Further, even when man invented weapon, we cannot believe that then the scientific thought was there. No, ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വെപ്പൺസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
അമ്പും വില്ലും കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് സയൻറ്റിഫിക് തോട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്പും വില്ലും എന്നുള്ളതൊരു ടൂൾ ആയിരുന്നു. ദാറ്റ് വാസ് ജസ്റ്റ് എ ടൂൾ. പക്ഷേ ആ അമ്പും വില്ലിൻ്റെ മുന്നിലുള്ള റീകോയിൽ വെലോസിറ്റി അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ വന്നതോടുകൂടെ ആ ടൂളിലേക്ക് ഈ ശാസ്ത്രം ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോഴാണ് അത് ടെക്നോളജിയായി മാറുന്നത്. ഒരു ചെറിയ പ്രിമിറ്റീവ് ടൂളിലേക്ക് ശാസ്ത്രത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പം അത് ഒരു ടെക്നോളജിയായി മാറുകയും ആ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പിന്നീട് AK-47 അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലോ അല്ലെങ്കിൽ റോക്കറ്റോ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, ജയകൃഷ്ണൻ ചോദിക്കുന്നു, ആൻഡ്രോയിഡ് മേ ബി ദ സെയിം ഇൻ ദ ഹാൻഡ്സ് ഓഫ് കോർപ്പറേറ്റ് ഹെഡ്സ് ആൻഡ് ദ ഹെഡ്സ് ഓഫ് റിക്ഷാവാല. ഹൗവർ ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇറ്റ് മേ വി യൂസ് ദ ടെക്നോളജി ഓർ വാട്ട് ഡസ്. ഞാൻ പറഞ്ഞ അതല്ല, എൻ്റെ ജയകൃഷ്ണനോട് ഞാൻ പറഞ്ഞ മനുഷ്യ ചരിത്രത്തിൽ ഒരു ടെക്നോളജി ഇത്രയും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞത്. യെസ്, ഓഫ് കോഴ്സ് ദർ ഇസ് എ ഡിസ്ക്രിമിനേഷൻ ഹൗ ടു യൂസ്. ഇപ്പം അംബാനി ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കുന്നില്ല എൻ്റെ മുമ്പിലുള്ള സൈക്കിൾ റിക്ഷക്കാരൻ ആൻഡ്രോയിഡ് ടെക്നോളജി ഉപയോഗിക്കുന്നത്, ഫോർ ഷുവർ. ബട്ട് ഹൗവർ ദിസ് ടെക്നോളജി ഈസ് അവൈലബിൾ ഫോർ ബോത്ത് ദ പാർട്ടീസ്. അതാണ് എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. അത് മനുഷ്യ ചരിത്രത്തിലെ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഇത് ഈ സന്ദർഭത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് ഉണ്ടായത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ശശി ചോദിക്കുന്ന മതം എങ്ങനെ മാറും? മതം വലിയൊരു പ്രശ്നമുള്ള ചോദ്യം. മതം മാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നുന്നത്. മതം മാറില്ല. മാറാത്തത് കൊണ്ട് തന്നെ മതം റിഡൻഡൻ്റ് ആവും. മതത്തിൻ്റെ ആവശ്യമില്ലാതെ ആവും. ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം. നമ്മൾ കാണുന്നില്ല, നമ്മളുടെ ജനറേഷൻ കാണുന്നില്ലെങ്കിലും അതാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ മാറാൻ വിമുഖത കാണിക്കുന്ന ഐഡിയോളജികൾ മുഴുവൻ മരിച്ചു പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് മതം ഒരു ഐഡിയോളജിയാണ്. മാറാൻ വിമുഖത കാണിക്കുന്ന ഐഡിയോളജികൾ മരിച്ചു പോയിട്ടുണ്ട്. മതം ഒരു ഐഡിയോളജിയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ മതം റിഡൻഡൻ്റ് ആവാൻ പോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. മതം ഇന്ന് നിലനിൽക്കുന്നത് 3 കാലിൻ്റെ മേലെയാണ്. ഒന്ന് അതിൻ്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു തരത്തിലുള്ള പരിവേഷം. അല്ല, ഈ 2 കാര്യത്തിൽ മതത്തിന് അതിൻ്റെ രാഷ്ട്രീയം മാറ്റി നിർത്തുകയാണ്, അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഭൂതലം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ ഈ മതത്തിന് നിലനിൽപ്പില്ല. മതം അതിൻ്റെ കൺവെൻഷണൽ സെൻസിൽ ഇന്ന് ആർക്കും ആവശ്യമില്ല. മതത്തേക്കാൾ കൂടുതൽ ഒരു കാലത്ത് മതമായിരുന്നു മനുഷ്യനെ കൂട്ടിച്ചേർത്ത് നിർത്തിയിരുന്നത്. ഇന്ന് മതത്തേക്കാൾ കൂടുതൽ നമ്മൾക്ക് മുമ്പിൽ ആൻഡ്രോയിഡ് നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട്. സോ വൈ ഡു ഐ നീഡ് എ റിലീജിയൻ? പക്ഷേ ഇത് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവൻച്വലി ഇഫ് നോട്ട് മൈ generation next to me will definitely just throw this religion out of the window in its conventional sense. Maybe അതിൻ്റെ റിലീജിയൻ്റെ വേറെ ചില ഘടകങ്ങളൊക്കെ നിലനിന്നൂടായില്ല. ഇതിൻ്റെ ഈ കോൺഫ്ലിക്റ്റാണ് നമ്മൾ, എനിക്ക് തോന്നുന്നത് മതത്തിൻ്റെ മുന്നിൽ ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. ഈ പുതിയ മാറ്റങ്ങളെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും? അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താവും? ഈ സംഘർഷമാണ് എല്ലാ മതങ്ങളെയും വിഭ്രാന്തിയിലേക്ക് നയിക്കുന്നത്. ഈ സംഘർഷത്തിൽ നിന്നാണ് ആളുകൾ സൂയിസൈഡ് ബോംബേഴ്സ് ആവുന്നതും പൊട്ടിത്തെറിക്കുന്നതൊക്കെ. ഓക്കെ, ഡോണ്ട് യു തിങ്ക് ദി സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് കൺട്രോൾഡ് ആൻഡ് മോണിറ്റൈസ്ഡ് ബൈ ദ സോ കാൾഡ് ഫെയിൽഡ് ഐഡിയാസ് ഓഫ് ദ സ്റ്റേറ്റ്? യെസ്, ഇറ്റ് ഈസ് ട്രൂ. സ്റ്റേറ്റിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ ഹൂ ഹാവ് പവർ. ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല, ഞാൻ അതിനെ പൂർണ്ണമായിട്ടും, ദാറ്റ് ഈസ് എ ഫാക്ട്. അതാണ് എൻ്റെ ചോദ്യം. അത് തന്നെയാണ്. എനിക്ക് കൃത്യമായുള്ള ഉത്തരമില്ല അതിന്. സയൻസ് ആൻഡ് ടെക്നോളജി പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ചെറിയ വിഭാഗമാണ്. അവർ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വാട്ട് ഐ സീ ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇപ്പം അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി വരുന്ന കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് റേഡിയോ എന്നുള്ളത്. റേഡിയോ എന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ മുഹമ്മദ് റാഫിയുടെയോ ലതാ മങ്കേഷ്കറിൻ്റെയോ യേശുദാസിൻ്റെയോ പാട്ട് സാധാരണക്കാർ എൻ്റെയോ നിങ്ങളുടെയോ മുമ്പിൽ എത്തുമായിരുന്നില്ല. That would have been only confined to
കൊട്ടാരത്തിലോ അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങളിലോ മാത്രം. അപ്പം ടെക്നോളജിയാണ് ആ പാട്ടിനെ എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത്. അത് സോഷ്യലിസം എന്ന ഐഡിയോളജി അല്ല. ഇതാണ് എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ആൻഡ് ഹോപ്പ് ടു സീ യു.